തത്തകൾ എന്നും നമുക്ക് പ്രിയപ്പെട്ട പക്ഷികളാണ്. കുട്ടിക്കാലം മുതൽ തന്നെ തത്തകൾ കഥകളിലൂടെയും കവിതകളിലൂടെയും നമ്മുടെ മനസ്സിൽ ചേക്കേറിയിരിക്കുന്നു. രാമായണ കിളിപ്പാട്ടിലും മഹാഭാരത കിളിപ്പാട്ടിലും തത്ത പറയുന്നതായി മലയാള ഭാഷയുടെ പിതാവായ ശ്രീ തുഞ്ചത്ത് എഴുത്തച്ഛൻ വർണ്ണിച്ചിരിക്കുന്നു. പഞ്ചതന്ത്രത്തിലും ജാതക കഥകളിലും തത്തകൾ കഥാപാത്രമായി വരുന്നുണ്ട്. മുതിർന്നവർക്കും കുട്ടികൾക്കും ഒരുപോലെ കണ്ണിന് കുളിർമയേകുന്ന പക്ഷികളാണ് തത്തകൾ. കേരളത്തിൽ 5 ഇനം തത്തകളെ നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും നമ്മുടെ ചുറ്റും സാധാരണയായി കാണപ്പെടുന്ന തത്തയാണ് നാട്ടുതത്ത. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും എല്ലാം ഇവയെ കാണാറുണ്ട്. മോതിരത്തത്ത എന്നും ഇത് അറിയപ്പെടുന്നു. നാട്ടുതത്തയുടെ ശരീരം ആകമാനം പച്ച നിറമാണ്. എന്നാൽ വാലിൻ്റെ മുകൾ ഭാഗത്ത് നീല നിറവും താഴ്ഭാഗത്ത് അല്പം മഞ്ഞ നിറവും കലർന്നിട്ടുണ്ട്. തടിച്ച കൊക്കിൻ്റെ മുകൾ പകുതിക്ക് ചുവപ്പ് നിറവും കീഴ്പകുതിക്ക് കറുപ്പ് നിറവും ആണ്. ആൺപക്ഷിക്ക് കഴുത്തിന് ചുറ്റും മാല പോലെ ഒരു കറുത്ത വര കാണപ്പെടുന്നു. സൂക്ഷിച്ചു നോക്കിയാൽ ഈ കറുത്ത മാലയോടൊപ്പം ഒരു ഇളം ചുവപ്പ് മാലയും കാണാം. എന്നാൽ പെൺപക്ഷികളിൽ ഈ മാല കാണപ്പെടുന്നില്ല. പകരം പച്ച നിറത്തിൽ തന്നെയുള്ള മറ്റൊരു മാലയുണ്ടെന്നുള്ള കാര്യം വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ വ്യക്തമാകുകയുള്ളൂ. പഴങ്ങളും പയർവർഗ്ഗങ്ങളും ആണ് നാട്ടുതത്തകളുടെ പ്രിയപ്പെട്ട ആഹാരം. പകൽ സമയങ്ങളിൽ ഇവർ ഇരതേരുന്നു. വിശാലമായ തോപ്പുകൾ, തോട്ടങ്ങൾ, വയലുകൾ ഇവിടെയെല്ലാം ഒറ്റയ്ക്കോ ജോഡിയായോ ചെറുതു വലുതുമായ കൂട്ടമായോ ഇക്കൂട്ടർ ഇരതേടുന്നത് കാണാനായിട്ട് നമുക്ക് സാധിക്കും. ചില സമയങ്ങളിൽ വയലുകളിലും കൃഷിയിടങ്ങളിലും മറ്റും തത്തകൾ കൃഷിക്ക് ഭീഷണിയാകാറുണ്ട്. തത്തകൾ സംസാരിക്കാറുണ്ട് എന്ന് കൂട്ടുകാർ കേട്ടിട്ടുണ്ടാകുമല്ലോ. എന്നാൽ എല്ലാ തത്തകളും സംസാരിക്കാറില്ല കേട്ടോ. കൂട്ടിലടക്കപ്പെട്ട തത്തകൾ അവർ സ്ഥിരമായി കേൾക്കുന്ന ചില വാക്കുകളോ ശബ്ദങ്ങളോ ഇടയ്ക്കിടെ പുറപ്പെടുവിക്കാറുണ്ട് എന്ന സത്യമാണ്. ഇങ്ങനെ വിരലിലെണ്ണാവുന്ന ചില വാക്കുകൾ ശബ്ദങ്ങളായി ഉച്ചരിക്കാറുണ്ട് എന്നുള്ളതല്ലാതെ മനുഷ്യരെ പോലെ വാചാലമായി സംസാരിക്കുവാനോ പാട്ടുപാടുവാനോ പാവം തത്തകൾക്ക് കഴിയില്ല. മരങ്ങളിൽ കാണപ്പെടുന്ന പൊത്തുകളാണ് മുട്ടയിടുവാനായി നാട്ടുതത്തകൾ സാധാരണ തിരഞ്ഞെടുക്കുന്നത്. മരംകൊത്തി, മൈന തുടങ്ങിയ പക്ഷികൾ ഉപേക്ഷിച്ച പൊത്തുകളും ഉപയോഗിക്കുന്നു. മുട്ട വിരിയുന്നതും കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നതും ആയ കാര്യങ്ങൾ ആൺപെൺ പക്ഷികൾ നിർവഹിക്കുമെങ്കിലും ഏറിയ പങ്കു ചെയ്യുന്നത് പെൺപക്ഷിയാണ്. ആന്ധ്രാപ്രദേശിൻ്റെ സംസ്ഥാന പക്ഷിയാണ് മോതിരത്തത്ത.